ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ സ്ഥലത്തിൽ ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ സ്ഥലം കുളത്തൂപ്പുഴയാണ്. ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് എണ്ണപ്പന എസ്റ്റേറ്റ്, കുളത്തൂപ്പുഴ കണ്ടഞ്ചിറയിലാണ്. അവിടെ അടുത്തൊരു സ്കൂളിലായിരുന്നു ഞാൻ കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നത്. കണ്ടഞ്ചിറ GWLP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ എണ്ണപ്പന എസ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ അല്ലെങ്കിലും എനിക്കറിയാം, വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു അത്. ഇപ്പം വൻ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ കണ്ടഞ്ചിറ എണ്ണപ്പന എസ്റ്റേറ്റിൻ്റെ റോഡിൻ്റെ സൈഡിലാണ് ആദ്യം തീ പിടിച്ചത്. പക്ഷേ പിന്നീട് അങ്ങ് പടർന്ന് പിടിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു ആഘാതത്തിലും പിന്നെ ആ പനയോലകളെല്ലാം ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തീ പിടിക്കാൻ അത് കാരണമാവുകയും പിന്നെ ആ എണ്ണപ്പന കുലകൾ മൊത്തവും നല്ല പാകമായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ എണ്ണമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് തീ പടർന്ന് പിടിക്കുകയാണ്. പക്ഷേ ഏതാണ്ട് ഒരു 5-6 ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ വന്നിട്ടും തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും പടർന്ന് പിടിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് നിന്ന് ഏക്കർ കണക്കിന് സ്ഥലം ഉള്ളത് കൊണ്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ഒരു വണ്ടിയിലെ വെള്ളം മൊത്തം തീർന്നിട്ട് പിന്നെ ആറ്റി പോയി കൊണ്ടുവരുമ്പോഴേക്കും 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. എല്ലാം ഒരു 15 ഏക്കറോളം സ്ഥലം തന്നെ കത്തി നശിച്ചു. കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. വലിയൊരു തീപിടുത്തമാണ് ഇത്, നമുക്ക് കാണാൻ കഴിയും. പടർന്ന് പിടിച്ചിരിക്കുകയാണ് ഈ തീപിടുത്തം. വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമാണ്. ഒരുപാട് കോടികളുടെ നഷ്ടങ്ങൾ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഈ കണ്ടഞ്ചിറ ഓയിൽ പാം എസ്റ്റേറ്റിൽ. ഒരുപാട് പേര് ഉല്ലസിക്കാനും ഒക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു. അതെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ്. പക്ഷേ വൈകിട്ട് 5 മണിയോടുകൂടിയൊക്കെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കോടികളുടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം പാകമായിട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിലായിരുന്നു ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായത്. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ഏക്കർ കണക്കിന് എണ്ണപ്പനകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ കറക്റ്റ് പിന്നെ എത്രമാത്രം സ്ഥലങ്ങൾ കത്തി നശിച്ചു എന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും വളരെ പരിതാപകരമായൊരവസ്ഥയാണ് ഇത്. എത്രമാത്രം യൂണിറ്റ് പുനലൂരിൽ നിന്നും നെടുമങ്ങാട് നിന്നും ഒക്കെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തിയിട്ട് പോലും ഇത് തീ ആളി പടരുകയാണ് ചെയ്തത്. ഈ അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു അന്തരീക്ഷത്തിലുമാണ് ആളി പടർന്നത്. കാരണം അത്രമാത്രം ചൂട് ഓരോ കേരളീയരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ മനുഷ്യർ പോലും പിന്നെ വെന്തുരുകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ ഉണങ്ങിയ ഓലകളിലും ചെടികളിലും പിന്നെ പോച്ചകളിലും ഒക്കെ ആളി അങ്ങ് പടരും. അപ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.